കമ്പനി എന്ന സിനിമയിൽ അഭിനയിക്കവേ നടൻ മോഹൻലാലിനോടൊപ്പമുള്ള തന്റെ ഫാൻ ബോയ് നിമിഷത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് ബോളിവുഡ് താരം വിവേക് ഒബ്റോയി. ചിത്രത്തിൽ ഒരു സീനിൽ മോഹൻലാലുമൊത്ത് അഭിനയിക്കവേ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട് അത്ഭുതപ്പെട്ട് താൻ ഡയലോഗ് പറയാൻ മറന്നുവെന്നാണ് വിവേക് ഒബ്റോയി പറയുന്നത്. ലൂസിഫറിൽ അഭിനയിക്കാൻ മോഹൻലാലാണ് തന്നെ വിളിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴും പലയിടത്തും വെച്ച് മലയാളി ആരെങ്കിലും കണ്ടാൽ ബോബി എന്ന് വിളിക്കാറുണ്ടെന്നും അവരോട് സുഖമാണോ എന്ന് തിരിച്ചു ചോദിക്കാറുണ്ടെന്നും വിവേക് ഒബ്റോയി പറയുന്നു. കമ്പനി എന്ന സിനിമ ചെയ്യുമ്പോൾ എനിക്ക് 24 വയസ്സായിരുന്നു. ലാലേട്ടൻ ഷോട്ട് മുൻപ് വളരെ നോർമലായിട്ടാണ് ഇരിക്കുന്നത്. ആക്ഷൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹം മുന്നിൽ നിന്ന് ഒരു ഗ്ലാസ് പേപ്പർ കയ്യിലെടുത്തു. അതെടുത്ത് കളിച്ചുകൊണ്ട് ഡയലോഗ് പറഞ്ഞു തുടങ്ങി. പിന്നെ എൻ്റെ മുമ്പിൽ ഞാൻ കണ്ടത് ഒരു ജീനിയസ് പെർഫോമൻസ് ആയിരുന്നു. അതിനുശേഷം ആ സീനിൽ ഡയലോഗ് പറയേണ്ടത് ഞാനാണ്. ക്യാമറ എന്നിലേക്ക് തിരിഞ്ഞപ്പോഴും ഞാൻ ഒരു ഫാൻ ബോയിയെ പോലെ അദ്ദേഹത്തെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം എങ്ങനെയായിരിക്കും അത് ചെയ്തത് എന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ സംവിധായകൻ രാംഗോപാൽ വർമ്മ ഒരു ശാസന പോലെ എന്നോട് ചോദിച്ചു, "നിനക്കെന്ത് പറ്റി? നിന്റെ ഡയലോഗ് പറയാതിരിക്കുന്നത് എന്താണ്?" ഞാൻ പറഞ്ഞു, "സോറി സാർ, ഞാൻ ഈ നിമിഷം ആസ്വദിക്കുകയായിരുന്നു." ലൂസിഫർ ചെയ്യുന്നതിന് മുമ്പ് മോഹൻലാൽ സാർ എന്നെ വിളിച്ചു. "രാജു ആണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. നീ ഹിന്ദിയിൽ തുടക്കം കുറിച്ച് എന്നോടൊപ്പമാണ്. മലയാളത്തിലും തുടക്കം കുറിക്കുന്നത് എന്നോടൊപ്പം ആകട്ടെ." അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇപ്പോൾ ദുബായ് മാളുകളിലൊക്കെ നടക്കുമ്പോൾ ഒരു മലയാളിയെങ്കിലും എന്നെ ബോബി എന്ന് വിളിച്ച് അടുത്ത് വരാറുണ്ട്, വിവേക് ഒബ്റോയി പറയുന്നു. ലൂസിഫറിൽ ബോബി എന്ന വില്ലൻ കഥാപാത്രത്തെയാണ് വിവേക് ഒബ്റോയി അവതരിപ്പിച്ചത്. ചിത്രത്തിലെ നടന്റെ പ്രകടനം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എമ്പുരാൻ റിലീസിന് ഒരുങ്ങുകയാണ്. ചിത്രം മാർച്ച് 21 പുറത്തിറങ്ങും.